കരയാത്ത മനുഷ്യരുണ്ടോ? തന്നിൽ പ്രതീക്ഷയർപ്പിച്ച, തനിക്കായി പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജനങ്ങളോടുള്ള നന്ദിയുടെ കണ്ണീരായിരുന്നു അത്. താൻ എന്തിനേക്കാളും ഏറെ പ്രണയിച്ച കാൽപന്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ കണ്ണുനീരായിരുന്നു അത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് വീണ്ടും ലോകകപ്പിന്റെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു അത്. രാജ്യം കിരീടം സ്വപ്നം കണ്ടപ്പോൾ പരിക്ക് കാരണം ടീമിനെ സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായനായ ഒരു രാജാവിന്റെ കണ്ണുനീരായിരുന്നു അത്. 2022 ക്രൊയേഷ്യക്കെതിരെ അവസാന വിസില് മുഴങ്ങിയപ്പോൾ ലോകകപ്പ് എന്ന സ്വപ്നം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീരായിരുന്നു അത്. ഓരോ വലിയ ടൂർണമെന്റുകൾക്ക് മുൻപ് പരിക്കുകൾ വന്ന് വഴി മുടക്കിയപ്പോൾ ഇനി കഴിയുമോ എന്ന് സ്വയം ചോദിച്ച രാത്രികളുടെ കണ്ണുനീരായിരുന്നു അത്. തിരിച്ചു വരാൻ ശ്രമിച്ച ഓരോ തവണയും വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് വന്ന ഒരു പോരാളിയുടെ കണ്ണുനീരായിരുന്നു അത്. പ്രിയപ്പെട്ട നെയ്മർ, അങ്ങയുടെ പന്താട്ടം കണ്ടാണ് ഞങ്ങൾ വളർന്നത്. നിങ്ങൾ ഓരോ തവണ പച്ചപ്പുല്ലിൽ പിടഞ്ഞു വീണപ്പോഴൊക്കെയും ഞങ്ങളും കരഞ്ഞിരുന്നു. ഇന്നും ഞങ്ങൾ കരഞ്ഞു. ഒരു ലോകകപ്പിൽ കൂടി നിങ്ങളെ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചതിലുള്ള ആനന്ദ കണ്ണീർ. ഇനിയൊരു ലോകകപ്പിൽ നിങ്ങൾ ഉണ്ടാവില്ലേ എന്ന ആശങ്കയുടെ കണ്ണീർ.